ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ മൂന്നാർ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഒത്തിരി വോയിസ് ഓവർ ഒന്നും കൊടുക്കുന്നില്ല, അപ്പോൾ ഓരോരോ ക്ലിപ്പായിട്ട് പോയി കണ്ടിട്ട് പോയോ. ഗുഡ് മോർണിംഗ് ഗായ്സ്, വെൽക്കം ടു ഊട്ടി. സോറി, ഊട്ടിയിലല്ല, മൂന്നാർ. നമ്മൾ ഇന്ന് മൂന്നാർ പോവാണ്. നമ്മൾ മൂന്നാർ പോവാണ് ഗായ്സ്. 3 മണിയായപ്പോൾ നമ്മൾ എണീച്ചു. അങ്ങനെ രാവിലെ 3 മണിയായപ്പോൾ അലാറം വെച്ചെങ്കിലും അലാറം അടിക്കുന്നതിന് മുന്നേ നമ്മളെ വന്ന് വിളിക്കാൻ ആളുണ്ടായിരുന്നു. കാര്യം അവന്മാരിൽ 2-3 പേര് ഉറങ്ങിയിട്ടില്ലായിരുന്നു. അവിടെ 2:45 കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ വന്ന് വിളിച്ചു. അങ്ങനെ ഞങ്ങൾ എണീറ്റ് ബ്രഷൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആകെ 2 എണ്ണേ എഴുന്നേറ്റിട്ടുള്ളൂ, ബാക്കി എല്ലാവരും ഇപ്പോഴും കിടന്ന് ഉറക്കമാണ്. ഇനി ഓരോന്നിനെ പതിയെ ചവിട്ടി വിളിക്കണം. അപ്പോൾ കണ്ടില്ല, നേരം പോലും വെളുത്തിട്ടില്ല. ഇപ്പം നമ്മൾ ചങ്ങനാശ്ശേരിയാണുള്ളത്. നേരം പോലും വെളുത്തിട്ടില്ല. പോകാനുള്ള വണ്ടിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അതുപോലെ ബാഗെല്ലാം പാക്ക് ചെയ്ത് എല്ലാം തലേദിവസം എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ജസ്റ്റ് ഒന്ന് റെഡിയായി ഇറങ്ങിയാൽ മതി. അങ്ങനെ നമ്മളൊരു 4 മണി ആയില്ല, 3:45 ആയപ്പോഴത്തേക്ക് റെഡിയായി. എല്ലാവരും എന്തോ പറ്റിയെന്ന് അറിയത്തില്ല, പെട്ടെന്ന് വിളിച്ചപ്പോൾ തന്നെ എല്ലാവരും എണീറ്റിട്ടുണ്ടായിരുന്നു. ഏകദേശം 4 മണിക്കൂർ യാത്ര ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് എല്ലാവരും എഴുന്നേറ്റു. നമ്മൾ ഇത്ര നേരത്തെ പോകുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഓൾറെഡി ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പതിയെ ഓരോരുത്തർക്കും നിർത്തി ഭയങ്കര എൻജോയ് ചെയ്തിട്ട് പോയാൽ മതി എന്നുള്ള രീതിയിൽ. അങ്ങനെ നമ്മൾ ഭയങ്കര പതിയാണ് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ആദ്യം തന്നെ വളഞ്ഞങ്ങാനം എന്നാണ് തോന്നുന്നു ആ വാട്ടർഫാൾസിൻ്റെ പേര്. നമ്മൾ കുട്ടിക്കാനം റൂട്ട് കയറിയാണ് പോയത്. അപ്പം അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട്, ഒന്ന് ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട്. ആ സമയത്തേക്ക് ഏകദേശം വെട്ടമൊക്കെ വീണിട്ടുണ്ടായിരുന്നു, നേരമൊക്കെ വെളുത്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ക്രൗഡും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം. പിന്നെ അവിടെ നിന്ന് നമ്മളൊന്ന് ജസ്റ്റ് ചായയൊക്കെ കുടിച്ച് ഫ്രഷായി ഒരു അരമണിക്കൂറോളം നമ്മൾ അവിടെ നിന്നു. അത് കഴിഞ്ഞാണ് പിന്നെ വണ്ടി എടുത്തത്. ഏകദേശം നമുക്കൊരു 4-4.5 മണിക്കൂറുണ്ട് നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തേക്ക്. കട്ടപ്പന ആ ഒരു റൂട്ടിലാണ് നമ്മൾ സ്റ്റേ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമ്മൾ ചെന്നത് ഒരു 7-8 മണിക്കൂർ എടുത്തു. നമ്മൾ ഓരോരുത്തർക്കും കയറി പതിയെ ഫുഡൊക്കെ കഴിച്ചാണ് പോയത്. നല്ല രസമായിരുന്നു. എല്ലാവരും ഇത്രയും ആൾക്കാരുള്ളതുകൊണ്ട് വണ്ടിക്കകത്താണെങ്കിലും ഓരോരുത്തർക്കും നിർത്തുന്നിടത്തെല്ലാം ഭയങ്കര ജോളി ആയിട്ടാണ് പോയത്. എന്താ നിനക്ക് പറ്റിയേ? ഞാൻ പോവാട്ടോ, ഞാൻ പോവാ. എനിക്ക് 100 രൂപ വണ്ടിക്കൂലി എടുത്തോ, 100 രൂപ വണ്ടിക്കൂലി എടുത്തോ, 100 രൂപ വണ്ടിക്കൂലി ഏറ്റുവിടുവാ. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു 9-9:30 ആയി ഹൈ റേഞ്ച് എത്തിയതിന് ശേഷമാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കഴിക്കാൻ കയറുന്നത്. നല്ലൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. എന്തായാലും ഫുഡ് നല്ല ഫുഡായിരുന്നു. ഈ യാത്രക്കിടയിലുള്ള ഫുഡ് കഴിപ്പായതുകൊണ്ട് പൊട്ട ഫുഡ് കഴിച്ച് ഞാൻ എന്തായാലും വൊമിറ്റ് ചെയ്യും. എനിക്കങ്ങനെ ഫുൾ AC കവർ ചെയ്ത് ഗ്ലാസ് ഒന്നും താക്കാതൊന്നും വണ്ടിക്കകത്ത് ഇരിക്കാനൊന്നും പറ്റുകയില്ല. അപ്പോൾ ഫുഡ് എന്തായാലും നല്ലതായിരുന്നു. അതിന് ശേഷം നമ്മൾ അഞ്ചുരുളിയിലേക്കാണ് പോയത്. അടിപൊളി പ്ലേസ് ആയിരുന്നു, പക്ഷെ നല്ല വെള്ളം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് ഇറങ്ങാനുള്ള ധൈര്യം ആർക്കും ഉണ്ടായിരുന്നില്ല. ഒരു റിസ്ക് എടുക്കാൻ നമുക്ക് ആർക്കും പറ്റുന്നില്ല. നല്ല ഒഴുക്കുണ്ടായിരുന്നു, അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് ഇറങ്ങിയില്ല. പക്ഷെ നമ്മളവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. കുറേ അധികം ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അവിടുന്ന് താഴോട്ട് ഇറങ്ങി ആ ഒരു ഏരിയയിൽ നമ്മൾ ഫോട്ടോസ് എടുത്ത്. അപ്പോഴത്തേക്ക് ഏകദേശം കുറച്ച് നേരം ഒന്ന് മഴയൊക്കെ ചാറി. പിന്നെ പെട്ടെന്ന് അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. 1/4 മണിക്കൂർ നമ്മളവിടെ നിന്നു. പിന്നെ കുറച്ച് നേരം മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു. വണ്ടിക്കകത്ത് ബഹളമായിരുന്നു മൊത്തത്തിൽ. അങ്ങനെ ആ ബഹളവും കാര്യങ്ങളും കഴിഞ്ഞിട്ട് കുറച്ച് നേരം റെസ്റ്റ് ആയിരുന്നു. ആ സമയം കൊണ്ട് നമ്മൾ കാൽവറി മൗണ്ട് ആയിരുന്നു അടുത്ത ഡെസ്റ്റിനേഷൻ പിടിച്ചിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഒരു 12 മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് നമ്മളവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. നല്ല വെയിലുണ്ടായിരുന്നു, പക്ഷേ ചൂടില്ലായിരുന്നു അധികം. ഹൈ റേഞ്ച് ആയതുകൊണ്ട് നമുക്കറിയാമല്ലോ, പോയിട്ടുള്ളവർക്കൊക്കെ അറിയാം, വലിയ ചൂടില്ലായിരുന്നു, പക്ഷെ നല്ല വെയിലുണ്ടായിരുന്നു. അവിടെ കുറച്ച് നേരം നിന്നു. അത് കഴിഞ്ഞിട്ടുള്ള ക്ലിപ്സും കാര്യങ്ങളൊന്നും എനിക്ക് വലുതായിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ മറന്നുപോയി സത്യം. പിന്നെ ആകെപ്പാടെ റഷായിരുന്നു. ഫുഡ് കഴിക്കണം, 2 മണിക്ക് ചെക്ക് ഇൻ ചെയ്യണം. അങ്ങനെ ടൈം വളരെ കുറവായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മറന്നുപോയി മൊത്തത്തിൽ. രാവിലെ 4 മണിക്ക് ഇറങ്ങിയതാ. സമയത്തായി വൈകിട്ട് 4 മണി. 12 മണിക്കൂറായിട്ടും ഡെസ്റ്റിനേഷൻ എത്തിയിട്ടില്ല. അപ്പൊ 9 മണിക്ക് എണീറ്റെങ്കിലും സൂപ്പറായി.
അങ്ങനെ അതിനുശേഷം നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തി. ഏകദേശം 4 മണി 5 മണിയൊക്കെ ആയി കഴിഞ്ഞപ്പോഴാണ് എത്തിയത്. ഇരുട്ടാൻ തുടങ്ങിയപ്പോഴാണ് ഭയങ്കര ലേറ്റായിപ്പോയി നമ്മൾ ഓരോരുത്തടുത്ത് കയറി ഫുഡൊക്കെ കഴിച്ചിട്ട് എത്താൻ വേണ്ടിയിട്ട്. എത്തിയപ്പോൾ ഉടനെ ആ ചേട്ടൻ പറഞ്ഞു, നമുക്ക് അവിടെ ഒരു ഗൈഡ് ഉണ്ടായിരുന്നു, ആ ചേട്ടൻ പറഞ്ഞു ഇതിൻ്റെ തൊട്ടടുത്ത് നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തിന് തൊട്ടടുത്ത് ഒരു അടിപൊളി വ്യൂ പോയിൻ്റ് ഉണ്ടെന്ന്. അപ്പം അങ്ങോട്ടേക്ക് സൺസെറ്റ് ആവുന്നതിന് മുന്നേ പോയി കഴിഞ്ഞാൽ നല്ല രസമാണെന്ന് പറഞ്ഞു. ഇപ്പോൾ രാവിലെ എന്തായാലും എഴുന്നേറ്റ് പോകത്തില്ല, അതുകൊണ്ട് അപ്പോൾ തന്നെ പോയേക്കാമെന്ന് വിചാരിച്ചു. ഏകദേശം ഒരു 50 മീറ്റർ നമ്മൾ ട്രെക്കിങ് ചെയ്തിട്ട് നടന്നിട്ടാണ് പോകുന്നത്. നല്ല കുത്തനെയായിരുന്നു, അതുപോലെ നല്ല വഴുക്കലും ഉണ്ടായിരുന്നു. പക്ഷെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അവിടെ ചെന്ന് നിന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് അത്രയും കയറിയ ആ ഒരു ക്ഷീണവും കാര്യങ്ങളും ഒന്നും തോന്നില്ല. അടിപൊളി വ്യൂ ആണ്. അപ്പുറത്ത് നിന്ന് നമ്മൾ തമിഴ്നാട് തേനി കമ്പമാണ് കാണുന്നത്. അപ്പോൾ അതൊക്കെ പുള്ളിക്കാരൻ പറഞ്ഞു തന്നു. ഇപ്പം ഈ വീഡിയോയിൽ കണ്ടാൽ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നത്, നമുക്ക് നിൽക്കാൻ പറ്റാത്ത പോലെ കാറ്റായിരുന്നു അവിടെ. അത്രയധികം കാറ്റായിരുന്നു. ഞാനൊക്കെ പറന്നു പോകാറ്. ഞാൻ അണ്ടർ വെയിറ്റ് ആണ്, ഞാൻ പിടിച്ചാണ് ഇരിക്കുന്നത്. അതോടെ ഞങ്ങൾ ഇരുന്ന്, ഞങ്ങൾക്ക് 3 പേർക്ക് നിൽക്കാൻ പറ്റില്ല, ഭയങ്കര കാറ്റായിരുന്നു. എന്താണ് പരിപാടി? അങ്ങനെ നമ്മൾ സ്റ്റേ ചെയ്യാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഒരു കോട്ടേജ് ആയിരുന്നു. ഒരു 3 ബെഡ്റൂം വരുന്നൊരു കോട്ടേജ്. നമ്മുടെ ബഡ്ജറ്റ് വെച്ചിട്ട് നല്ല വർത്തായിരുന്നു. നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല ഇത്രയും നമ്മൾ കൊടുത്ത ബഡ്ജറ്റിൽ ഇത്രയും നല്ല സൗകര്യമുള്ളൊരു കോട്ടേജ് നമുക്ക് കിട്ടുമെന്നുള്ളത്. അതുപോലെ തന്നെ വ്യൂവും അതുപോലെ നമ്മൾ പോയ സമയത്തെ ക്ലൈമറ്റും എല്ലാം വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിരുന്നു മൊത്തത്തിൽ. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറയാം. പിന്നെ നമ്മൾ ഫ്രഷൊക്കെ ആയി കഴിഞ്ഞിട്ട് നമുക്ക് 4 മണിക്ക് ഇതൊരു സ്നാക്ക് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ വന്ന സമയം ലേറ്റായി പോയായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രഷായി പെട്ടെന്ന് വരാൻ പറഞ്ഞു. അപ്പോൾ എല്ലാവരും കുളിച്ച് സെറ്റായി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ഇതുപോലെ ഒരു എക്സ്ട്രാ ഡൈനിങ് സ്പേസ് ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ നമുക്ക് ചെറിയ ചെറിയ ഗെയിംസും ആക്ടിവിറ്റീസും സമയം പോകാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അവിടെ ചെന്ന് കുറച്ച് നേരം അതിൻ്റെ പുറത്തായിരുന്നു എല്ലാവരും. ചെന്ന് കണ്ടൊരു എക്സൈറ്റ്മെൻറ്റിൽ അവിടെ കുറച്ച് നേരം കളിച്ചും ചിരിച്ചും ഒക്കെ ഇരുന്നു. ഇതിന് ശേഷം നമ്മൾ ചായയും കടിയും കഴിച്ചതിന് ശേഷം നമുക്ക് പൂളിൽ ചാടണം. സമയം ഇത്ര ലേറ്റ് ആയെങ്കിലും അത്ര തണുപ്പാണെങ്കിലും പൂള് നോക്കിയിട്ടാണ് നമ്മൾ റിസോർട്ട് എടുത്തത്. അതുകൊണ്ട് പൂൾ എന്തായാലും ഒഴിവാക്കാൻ പറ്റുകയില്ല. പൂള് നോക്കി എടുത്തുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇച്ചിരി ഒരു ബഡ്ജറ്റ് കൂടുതലും വന്നത്. അതുകൊണ്ട് എന്തായാലും പൂളിൽ ചാടണം എന്നുള്ളൊരു നിർബന്ധം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എല്ലാവരും കുളിച്ച് റെഡിയായി വന്നതും അതുകൊണ്ട് തന്നെയാണ്. ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിറങ്ങി വന്നപ്പോഴത്തേക്കും നല്ല തണുപ്പും കാറ്റും ആയിപ്പോയി. അപ്പോഴത്തേക്ക് എല്ലാവർക്കും ഒന്ന് മടിയായി വെള്ളത്തിൽ ചാടാൻ വേണ്ടി. അതുപോലെ തണുപ്പായിരുന്നു. ഏകദേശം ഒരു 7 മണി 7:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. എമിലേ എന്ത് പറ്റി? അങ്ങനെ പൂളിലൊക്കെ ചാടിയിട്ട് പോയി എല്ലാവരും ഫ്രഷായി കുളിച്ച് വന്നു. പൂളിലെ വെള്ളത്തിനെക്കാട്ടിലും തണുപ്പായിരുന്നു ഷവറിലുണ്ടായിരുന്ന വെള്ളത്തിൽ. പിന്നെ രാവിലെ മാത്രമേ നമുക്ക് ചൂടുവെള്ളം അവൈലബിളായിട്ട് ഉണ്ടായിരുന്നുള്ളൂ, അതിനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഫ്രഷായി എല്ലാവരും വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പം ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്ത സ്ഥലം. 9 ആൻഡ്സ് ഹൈഡ് ഔട്ട് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഞാൻ ഡീറ്റെയിൽസൊക്കെ താഴെ കൊടുത്തേക്കാം. നല്ല ആംബിയൻസ് ആയിരുന്നു മൊത്തത്തിൽ. ഇപ്പം ഞാൻ കാണിച്ചേക്കുന്നൊക്കെ ടെൻറ്റാണ്. നമുക്ക് കോട്ടേജ് ആയിരുന്നു, അത് അങ്ങേ അറ്റം, പൂളൊക്കെ കഴിഞ്ഞ് അങ്ങേ അറ്റമായിരുന്നു നമുക്ക് വരുന്നത്. ഫുൾ ആംബിയൻസ് വന്നിട്ട് ഒരു 4-4.5 ഏക്കറിലായിരുന്നു. അടിപൊളി സ്ഥലമായിരുന്നു മൊത്തത്തിൽ. നമുക്ക് ഫുഡാണെങ്കിലും ഡിന്നർ ആയിരുന്നെങ്കിലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും എല്ലാം ഒരു പാക്കേജായിട്ടാണ് വരുന്നത്. എല്ലാം നമ്മുടെ പ്രൈസിന്, നമുക്ക് കിട്ടിയ പ്രൈസിന് എല്ലാം വർത്തായിരുന്നു. പ്ലേസ് മൊത്തം അടിപൊളിയായിരുന്നു. പിന്നെ ലാസ്റ്റ് നമുക്കൊരു ക്യാമ്പ് ഫയർ ഒക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതും രസമുണ്ടായിരുന്നു. ഏകദേശം ഒരു രാത്രി 2 മണിയൊക്കെ ആയി നമ്മൾ ഉറങ്ങിയപ്പോൾ തന്നെ. ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. പ്രത്യേകിച്ച് ഔട്ട്ഡോറും കാര്യങ്ങളും ഒന്നും എടുത്തിട്ടില്ല. അപ്പം അടുത്തൊരു വ്ളോഗ് എഡിറ്റ് ചെയ്യാൻ കിടക്കുകയാണ്. അപ്പം ഞാൻ അത് എഡിറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ. സബ്സ്ക്രൈബ് ചെയ്യണേ.